എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചത്. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ആദ്യം ഒന്ന് സവാള സ്ലൈസ് ചെയ്തെടുത്ത ശേഷം ഒന്നുകൂടി കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. സാധാരണ മുട്ട റോസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് സമയം സവാള വഴച്ചെടുക്കാനൊക്കെ എടുക്കും. ഇതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ 1 മിനിറ്റ് മാത്രമാണ് ഈ സവാള ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. കറിവേപ്പില കുറച്ച് കൂടുതലൊക്കെ ചേർത്താലും നല്ലത് തന്നെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇതുവരെ ഞാൻ ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് സവാളയുമായിട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കണം. പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് തീ ഏറ്റവും കുറച്ച് വേണം വെക്കേണ്ടത്. ആദ്യം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2 പൊടികളും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പെരുംജീരക പൊടിയും ഗരം മസാലയുമാണ് അടുത്തതായിട്ട് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ വീതം പെരുംജീരകം പൊടിച്ചതും ഗരം മസാലയുമാണ് ഞാനിപ്പോൾ ചേർത്തത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം ഒന്ന് വഴന്നു വന്ന ശേഷം നമുക്കിതിലേക്ക് 1 തക്കാളിയാണ് ചേർക്കാനുള്ളത്. 3 സവാളയ്ക്ക് ഞാൻ 1 തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി വെന്തുടഞ്ഞ് വരുന്നത് വരെ ഒന്നും വഴറ്റേണ്ട ഒരാവശ്യവുമില്ല. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെയാണ് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി പ്രഷറൊക്കെ നല്ലതുപോലെ പോയ ശേഷം വേണം കുക്കർ തുറക്കാനായിട്ട്. ഞാനിപ്പോൾ കുക്കർ തുറന്നിട്ടുണ്ട്. വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ ഈ സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നന്നായിട്ട് സവാളയും തക്കാളിയും ഒക്കെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മുട്ട റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരുപാട് സമയമെടുത്ത് വഴറ്റിയെടുക്കുന്നതാണിത്. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കുക്കറിൽ ഇതൊന്ന് 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുത്തതേ ഉള്ളൂ. നാടൻ രീതിയിൽ മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഒരു വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് അതൊന്ന് കാണാവുന്നതാണ്. 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിലാണ് ഞാനിപ്പോൾ ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തത്. 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ചേർക്കുന്നത്. അല്പം പഞ്ചസാര ഇതുപോലെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മുട്ടക്കറിക്ക്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 മുട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മുട്ട പുഴുങ്ങിയ ശേഷം വരഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഈ മസാല നമുക്ക് മുട്ടയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. മുട്ട ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനും ഇടിയപ്പത്തിനും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഈ കറി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്